നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നല്ലൊരു കാര്യം തുടങ്ങാൻ പോകുന്നിടത്ത് നമ്മൾ ഇങ്ങനെ വെറുതെ അപശകുനം പോലെ നിൽക്കണ്ട. അല്ലെങ്കിലും കള്ളന്മാര് മറ്റുള്ളവരുടെ കണ്ണിലെ കരടാടാ, കല്ലുകരിയാ. പാടാ, കയറടാ. എന്താടാ മോനെ, എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ വീടും കൂടി നമ്മുടെ പേരിലായോ? അത് ഉടനെ ആവും. ഇതല്ല, പിന്നെ ആ വീടിനകത്ത് പൊട്ടിക്കാനുള്ള ഒരു ബോംബ് ഞാൻ മമ്മയുടെ തന്നുവിടാം. അയ്യോ, ബോംബോ? അതെ, ഡോക്ടർ ജയശങ്കറും അക്ഷരയ്ക്കും ഇടയിലെ സ്നേഹത്തിന്റെ വൻമതിലുകൾ ബിസ്ക്കറ്റ് പോലെ പൊട്ടിച്ചു കളയുന്ന ഒരു ബോംബ്. എന്നിട്ട് ആ ബോംബ് എവിടെ? ഓൺ ദ വേ. പൊതിഞ്ഞു കെട്ടി കെട്ടാൻ ഇത്തിരി വൈകി, അതാ താമസിച്ചത്. അത് സാരമില്ല. എന്നതാടാ മോനെ ഇത്? ഇതാണ് മമ്മ ഞാൻ പറഞ്ഞ ബോംബ്. അയ്യോ, ഇത് കയ്യിലിരുന്നെങ്ങാനും പൊട്ടുകൂടാ? കയ്യിലിരുന്ന് പൊട്ടില്ല, പക്ഷേ അവിടെ വീട്ടിലിരുന്ന് പോകുകയും. മമ്മ, ഇതൊരു ഫോട്ടോയാ. ഡോക്ടർ ജയശങ്കറിന്റെ ഉറക്കം എന്നേക്കുമായി കെടുത്തുന്ന ഒരു ഫോട്ടോ. ആരുടെ ഫോട്ടോ? ആരുടെ ആയിരിക്കും? നിന്റെ പപ്പയുടെ ഫോട്ടോ ആണോ? എന്റെ ധനിച്ചായന്റെ? അത് അടുത്ത ഘട്ടത്തിൽ. ഇതും അതുപോലെ തന്നെ ഡോക്ടർ ജയശങ്കറിനെ കാലാകാലം പൊള്ളിക്കുന്നൊരു ചിത്രം. അയാളുടെ ഭാര്യയുടെ, അക്ഷരയുടെ അമ്മയുടെ ചിത്രം, മായ രഞ്ജിനിയുടെ ചിത്രം. ആണോ? ആണോടാ മോനെ? അത് കലക്കി. ജയശങ്കർ മകൾക്ക് നൽകാൻ മടിച്ച് ഭൂതകാലത്തിന്റെ മാറാല കൊണ്ട് മൂടിയിട്ട മായ രഞ്ജിനിയുടെ ചിത്രം. ദാ. അയ്യോ, എനിക്ക് വയ്യ. ഇത് കയ്യിൽ കിട്ടിയപ്പോ ചത്തുപോയ മായരഞ്ജിനി ജീവൻ വെച്ച് വന്നതുപോലെ തോന്നുന്നു എനിക്ക്. അതെ, ചുടലപ്പറമ്പിൽ നിന്നും മായരഞ്ജിനിയുടെ ചാവ് ഉയർത്തെണീറ്റിരിക്കുന്നു. ഇനി അത് ആ വീട്ടിൽ ചുറ്റിത്തിരിഞ്ഞ് നടക്കും. ജയശങ്കറിന്റെ ഉറക്കം കെടുത്തണം. ഉറങ്ങരുത്, ഉറങ്ങാൻ അനുവദിക്കരുത് മോനെ. നിന്റെ പപ്പ സ്വസ്ഥത കിട്ടാതെ കല്ലറയ്ക്കുള്ളിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് പോലെ ജയശങ്കറും കിടക്കണം. അതിനുള്ള ഏറ്റവും വലിയ ആയുധമാണിത്. ഓരോ നിമിഷവും മൂർച്ച കൂട്ടുന്ന ആയുധം, മായ രഞ്ജിനി. എടാ, സമറിനെ കാണാൻ ആരെങ്കിലും വരുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചോണം. പ്രത്യേകിച്ചും ആ താടിക്കാരൻ ഡോക്ടറോ തലയിൽ മുടിയില്ലാത്ത എന്റെ ഭാവി അമ്മായിയപ്പനും. ഞാൻ അങ്ങോട്ട് വിളിക്കാം. സമറായിരുന്നു, പാവം. എങ്ങനെയുണ്ടെന്ന് തിരക്കിയതാ. കുറവുണ്ടോ ശരത്തേട്ടാ? നടക്കാൻ ഇത്തിരി സമയം പിടിക്കും. അത്ര പാവമൊന്നും അല്ല അവൻ. എന്നെ പോലൊരു മാഞ്ഞിന്റെ കൂടെ നടപ്പെങ്കിലും കയ്യിലിരിപ്പ് മോശമാ. ഞാനത് അറിയാൻ വൈകിപ്പോയി. എന്റെ ശരത്തേട്ടന് അത്തരം ചീത്ത കൂട്ടുകെട്ടൊന്നും വേണ്ട. ഇല്ലെന്നേ, അത് വിട്ടില്ലേ. അല്ല, നീ എന്തിനു ഓടിപ്പാഞ്ഞു വന്നത്? അച്ഛനും അമ്മയും ആ ദേവിയും കൂടെ എങ്ങോട്ടോ പോകുന്നുണ്ട്. പോകുന്നു? എവിടേക്ക്? അതെന്നോട് പറയൂ. നിനക്ക് ചോദിക്കാൻ മേലായിരുന്നു. എന്ത് കാര്യം? അച്ഛൻ വല്ലതും പറയോ? മൊത്തം രഹസ്യമല്ലേ. ഈ രഹസ്യയാത്ര അത്ര പന്തിയല്ലല്ലോ നിത്യക്കുട്ടി. വാ വാ. പാർവതി, പാർവതി ഒന്ന് വേഗം ഇറങ്ങ. നമുക്കെന്നാ വേഗം ഇറങ്ങാം. മോളെ മനോഹര,
അയ്യോ, കൃത്യമായിട്ട് അമ്മ പുറകിൽ നിന്ന് തന്നെ വിളിച്ചല്ലോ. ഇനിയിപ്പൊ പോകുന്ന വഴിക്കല്ല ഐശ്വര്യം തൊലഞ്ഞ് നിൽക്കുന്നത് കാണാം. നിനക്കല്ലെങ്കിലും പെറ്റതുള്ള ദുശകുനമാണല്ലോ. ആട്ടെ, നീയും അച്ചിയും കൂടെ എങ്ങോട്ടാ മരുമോളെ അണിയിച്ചൊരുക്കി? ജംബോ സർക്കസ് കാണാൻ. ആ എന്തായാലും ഇവിടുത്തെ സർക്കസിന്റെ അത്രയും വരില്ല. ആ, അത് കറക്റ്റാ. ഇവിടെയാവുമ്പോ സ്വന്തമായിട്ടൊരു ജോക്കറും ഉണ്ടല്ലോ. അച്ഛൻ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ആഹാ, പക്ഷേ ഏത് വളയത്തിലൂടെ ചാടുന്നവരും ഇവിടെയുണ്ട്. വളയോ ഇല്ലാതെ ചാടുന്നവരും ഉണ്ട്. മനോഹരേട്ടാ, നമുക്ക് പോവാം. അയ്യേ, അവളുടെ ഒരു ധൃതി. സത്യം പറയടി, എവിടേക്കാടി നിങ്ങൾ പോന്നേ? അത് അച്ഛനറിയാം. അയ്യോ, അങ്ങനെയാണോ? അഹങ്കാരി. അഹങ്കാരം അല്ല മുത്തശ്ശി. അച്ഛൻ പറയാത്ത കാര്യം ഞാൻ പറയുന്നത് ശരിയാണോ? ആര് പറഞ്ഞില്ലെങ്കിലും കണ്ടുപിടിക്കാനുള്ള വഴിയൊക്കെ ഞങ്ങൾക്ക് അറിയാം. ആ എന്നാ പിന്നെ പൊന്നോള് കണ്ടുപിടിക്കാനുള്ള വഴി നോക്ക്. ആ, ഇവിടെ ഒരു മഹാ ജ്യോതിഷിയില്ലേ? ശംഖ് ഇറക്കി നോക്കാൻ പറ. ഞങ്ങൾ ഏത് ദിക്കിലേക്കാ ഗമിക്കുന്നതെന്ന്. നോക്കുവടാ, നോക്കി കണ്ടുപിടിക്കുകയും ചെയ്യും. എന്തായാലും നീയൊക്കെ പോകുന്ന കാര്യം ഗുണം പിടിക്കത്തില്ല. ആഹാ, റൊമ്പ നന്ദി അമ്മ. ആ, അമ്മ അനുഗ്രഹ വർഷം ചൊരിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പോവാം. വാ പാർവതി, വാ മോളെ. മരുമോളെയും കൂട്ടുപിടിച്ചുള്ള ഇവന്റെ ഈ പോക്കിന് പിന്നിലെ എന്തോ ഒരു കൊനഷ്ടുണ്ട്. അത് ഉറപ്പല്ലേ? വല്ല കൂടോത്രം ആണോ എന്ന് എങ്ങനെ അറിയും? ആ, സോമം വരുമ്പോ ശംഖ് കറക്കാൻ പറയാം. ശംഖ് കറക്കാതെ തന്നെ ഞാൻ കണ്ടുപിടിച്ചോളാം മുത്തശ്ശി. ഇക്കാര്യത്തില് എനിക്കൊരു ഊഹമുണ്ട്. അത് തെറ്റാൻ വഴിയില്ല. കുഞ്ഞെന്തിയ മോളെ? ഉറങ്ങുക. ഞാൻ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഞങ്ങൾ വന്നത് ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? ഞങ്ങളല്ലേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അത് ഞങ്ങളുടെ നിവൃത്തികേട് കൊണ്ടാ. ഏയ്, നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരല്ലേ? മകളെ കൈവിട്ടുപോയ അച്ഛന്മാര്. കുറച്ച് വൈകിട്ടാണെങ്കിലും പൊന്നുമണി സത്യം തിരിച്ചറിഞ്ഞു വന്നല്ലോ. അത് ഭാഗ്യമല്ലേ? ആ, എന്റെ മോളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാ എന്റെ ഗതികേട്. ശരിയാവും. എന്തായാലും അപകടത്തിൽ ചെന്ന് ചാടിയില്ലല്ലോ. കഴുത്തറ്റ മുങ്ങി നിൽക്കുക. ചതുപ്പിലേക്ക് ഇനി മുങ്ങിത്താഴാൻ ഇനി അധിക സമയം വേണ്ട. കൈനീട്ടി സഹായിക്കുന്നവരുടെ എല്ലാം